നമ്മൾ കളിക്കുമ്പോൾ പാടില്ല, വേഷമൊക്കെ ഇട്ട് കളിക്കുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ. കൂട്ടുകാരെ സൂപ്പറായിരുന്നു എന്നാ പറഞ്ഞത്. മാമുനി തിലകമേ പോക പോക നീ ഭൂമി പാല സവിധേ. എൻ്റെ പേര് അദ്വൈത്. ഞാൻ ഇനി 3-ാണ്. കാന്താര സിനിമ ഞാൻ ഒരു ദിവസം കണ്ടു. അന്നേരം അതിനകത്തെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ ഫോണിൽ അതൊക്കെ സെർച്ച് ചെയ്ത് അതിനകത്ത് കഥകളി എന്ന് പറഞ്ഞൊരു വീഡിയോ ആദ്യമായിട്ട് ഞാൻ കണ്ടു. അന്നേരം അതിനകത്തെ വേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിപ്പോയി ചേർന്ന്. കഴിഞ്ഞ 3 വർഷമായിട്ടായിരുന്നു ഞാൻ പഠിക്കാൻ തുടങ്ങി. എൻ്റെ ഒപ്പം അമ്മയും പഠിക്കുന്നുണ്ട്. 6 മാസമായി. ഞാനും അമ്മയും ഒരുമിച്ചായിരുന്നു അരങ്ങേറിയത്. അന്തരീക്ഷ ചരിതം എന്ന് പറഞ്ഞ കഥയിലായിരുന്നു. അതിനകത്തെ ഒരു 4 വരി പദം ഞാനും അമ്മയും ചെയ്തിട്ടുണ്ടായിരുന്നു. കലാമണ്ഡല ഭാഗ്യനാഥ് എന്ന് പറഞ്ഞ ആശാനാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നാട്യമണ്ഡലം കളരിയിലാണ് ആശാൻ പഠിപ്പിക്കുന്നത്. അമ്മ ചില കാര്യങ്ങളൊക്കെ എന്നെ നോക്കി പഠിക്കും, പിന്നെ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും, പിന്നെ അമ്മ എനിക്ക് പറഞ്ഞു തരും. ഇൻഫാക്ട് ഞാനും 3 വർഷമായിട്ട് കഥകളി പഠിക്കുന്നുണ്ടെന്ന് ആ രീതിയിൽ പറയാം. 5 വയസ്സ് മുതൽ അവൻ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കഥകളി പഠിക്കാൻ പോകണമെന്ന് ഞാനും അവൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഞാൻ സെക്കൻഡ് ടൈം പ്രഗ്നൻ്റ് ആയി. സോ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ സ്ലോലി ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോക്ക് 1 വയസ്സ് ആയപ്പോഴേക്കും ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ദക്ഷിണ കൊടുത്ത് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു സ്റ്റേജിൽ അരങ്ങേറി കഴിഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. സ്പെഷ്യലി മോൻ്റെ കാര്യത്തിൽ അവൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. ബിക്കോസ് അവൻ നല്ല ഈ വേഷങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി ജോയിൻ ചെയ്തതാണ് കഥകളിയിലേക്ക്. 5 വയസ്സായിരുന്ന സമയത്ത് കാന്താര മൂവിയിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായി നിന്ന സമയത്ത് അത് കണ്ട് ഇൻസ്പയർ ആയി ആ മൂവി കാണണം എന്ന് പറഞ്ഞ് മൂവി ഞാൻ കാണിച്ചു കൊടുത്തു. പിന്നെ അമ്പലത്തിൽ തെയ്യമൊക്കെ കണ്ട് ആ വേഷവിധാനങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടും ഇൻസ്പയർ ആയി വീട്ടിലൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം കഥകളി യൂട്യൂബിലൊരു വീഡിയോ സജഷൻ പോലെ വന്ന് അത് കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഇതെന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇതേപോലൊരു ഡാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ അത് മനസ്സിലാക്കി. പിന്നെ ആ കാന്താരാന്ന് മാറി കഥകളിയിലേക്ക് സ്വയമായി. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കഥകളി പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ആശാനെ വിളിച്ച് ചോദിച്ചു. കലാമണ്ഡലം ഭാഗ്യനാഥ് നമ്മുടെ അടുത്ത് തന്നെയാണ്. ആശാനെ വിളിച്ച് ചോദിച്ചപ്പം 5 വയസ്സല്ലേ ആയുള്ളൂ, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് ആശാൻ പറഞ്ഞു. സെയിം വർഷം നമ്മുടെ പരിപ്പല അമ്പലത്തിൽ കഥകളി കളിക്കാനായിട്ട് ആശാൻ്റെ ട്രൂപ്പ് തന്നെയാണ് വന്നത്. അപ്പം അവിടെ ഒരുങ്ങുന്ന കണ്ടപ്പം ഇവൻ നേരിട്ട് ആശാൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഭാഗ്യനാഥ് ആശാനാണോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചതേ ആശാൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അത് ചോദിച്ചപ്പോഴേ ആശാന് മനസ്സിലായി ആളാരാണെന്ന്. അപ്പം ഇവൻ തന്നെ അങ്ങോട്ട് ചോദിച്ചു, ഞാൻ പഠിക്കാൻ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആശാൻ പറഞ്ഞു, നീ അടുത്ത ദിവസം മുതൽ പോരെ എന്ന് പറഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് ഡേ മുതൽ ക്ലാസ്സിന് പോയി തുടങ്ങി. നല്ല ഇൻട്രസ്റ്റോടുകൂടി സ്വയം പോകുന്ന ക്ലാസ്സാണ്. അതായത് രാവിലെ എണീക്കാനൊന്നും മടിയൊന്നുമില്ല. കഥകളി ക്ലാസ് ഉണ്ടെങ്കിൽ രാവിലെ സ്വയം എണീറ്റ് റെഡിയായി പോകും. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിലും ഓൾമോസ്റ്റ് ഒരു 8 മാസം വരെ ഞാൻ തന്നെയാണ് അവനെ ക്ലാസ്സിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാനവിടെ പോയി ഇരിക്കും, ഫുൾ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. തീരെ പോകാനായിട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴാണ് ഞാൻ പോകുന്നത് നിർത്തിയത്. പിന്നെ മോളുണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു 3 മാസം ആയപ്പോൾ തന്നെ മാക്സിമം ഞാൻ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഞാനും കൂടെ ചെയ്തേക്കാം. അവനും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. അമ്മയും കൂടെ വാ എന്ന് പറഞ്ഞ. സോ ഞാൻ ജോയിൻ ചെയ്തു. ഇവന് അരങ്ങേറ്റം കഴിഞ്ഞ വർഷം ആശാൻ പറഞ്ഞെങ്കിലും ഞാനിങ്ങനെ 1 വർഷം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ വർഷം ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾക്കത് എന്നാൽ പിന്നെ അത് തന്നെ ചെയ്യാമെന്ന് തോന്നി. ഇവിടുത്തെ അമ്പലത്തിൽ തന്നെ കിട്ടുകയും ചെയ്തു. അതൊട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഭാഗ്യമാണ്. ബേസിക്കലി അവന് ഈ ഫേസിൽ ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര എന്തോ ഒരു അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടന്ന പോലെ ഉള്ളൊരു സന്തോഷമായിരുന്നു.
വേഷമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഉള്ളൊരു ബുദ്ധിമുട്ട് കുഞ്ഞായതുകൊണ്ട് ഉണ്ടായിരുന്നു. എങ്കിലും അവൻ അതിൽ വീഴാതെ മുഴുവൻ നന്നായി കളിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് ചോദിക്കും ഡൗട്ട്. സ്വന്തമായിട്ട് റിസർച്ചൊക്കെ ചെയ്ത് ഫോണിലൊക്കെ നോക്കി, കൂടുതലും കഥകളി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫോണിലിരുന്ന് നോക്കുന്നത്. ഇതൊക്കെ കണ്ട് കഥകളൊക്കെ കണ്ട് മനസ്സിലാക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശാനോട് നേരിട്ട് ചോദിക്കും. അതിൽ മടിയൊന്നുമില്ല. എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും, അറിയാൻ മേലാത്തത് ഞാനും നോക്കി മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പറഞ്ഞ് അവന് എന്തെങ്കിലും ശരിക്കല്ല കളിക്കുന്നെങ്കിൽ ഞാൻ എന്തായാലും അത് പറയും, നേരെ നിൽക്കുന്നൊക്കെ പറയും. ചിലപ്പോൾ ദേഷ്യം വരും അവൻ്റെ അടുത്ത്. അമ്മയും പഠിക്കുന്നത് തന്നെയല്ലേ, അത് അവൻ്റെ മൂഡ് പോലെ ഇരിക്കും. ആള് ഭയങ്കര മൂഡ് സ്വിങ് ഉള്ള ആളാണ്. അപ്പം ആ സമയത്ത് നല്ല മൂഡാണെങ്കിൽ കേൾക്കും. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയും കുറച്ച് ഞാൻ നേരെ നിന്നോളാം, അല്ലെ കൈ നേരെ എടുത്തോളാം എന്നൊക്കെ പറയും. ആശാൻ അങ്ങനെ അധികം വഴക്കൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളല്ല. പിന്നെ ആശാൻ പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ ഇന്ന പോലെ ചെയ്യണം എന്ന്. പിന്നെ കൊച്ചായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു കൺസിഡറേഷൻ ആശാൻ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത്രയും നാളും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വീട്ടിൽ വന്ന് പഠിപ്പിച്ച് ഞാൻ വീഡിയോ എടുത്ത് വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പം എനിക്കും സ്റ്റെപ്പുകളൊക്കെ ആദ്യമേ തന്നെ അവൻ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി. ഒരു പ്രാവശ്യം കളിക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും. ഒരു 16-17 മിനിറ്റ് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ കളിച്ച് തീരണം ഉറപ്പാട്. ഇങ്ങനെയാണെങ്കിൽ ഒരു 2 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്.